സുധാമഴമേഘം. നമ്മൾക്ക് ഇന്ന് ഇവിടെ വെണ്ടയ്ക്ക കൊണ്ടൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. വെണ്ടയ്ക്ക സീസണാണ്. നല്ല ഫ്രഷായിട്ടും പിഞ്ചായിട്ടും നമ്മൾക്ക് കിട്ടും യഥേഷ്ടം നാടൻ വെണ്ടയ്ക്ക. അപ്പം നമ്മൾ സാധാരണ വെണ്ടയ്ക്ക പുളി, അല്ലെങ്കിൽ വെണ്ടയ്ക്ക തോരൻ, അല്ലെങ്കിൽ വെണ്ടയ്ക്ക വറുത്തത്, ഇതൊക്കെ നമ്മൾ ചെയ്യും. ഇന്ന് നമ്മൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. എന്താണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക മപ്പാസാണ് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾക്ക് അതിൽ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കണ്ടേ? വരൂ നോക്കാം. അപ്പം നമ്മൾക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ: വെണ്ടയ്ക്ക, നല്ല നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾക്ക് ഈ പരുവത്തിലായിരിക്കണം മുറിച്ചെടുക്കേണ്ടത്. ഒരുപാട് കുഞ്ഞാകാനും പാടില്ല, ഇങ്ങനെ ആയിരിക്കണം മുറിച്ചെടുക്കേണ്ടത്. വെളുത്തുള്ളി നമ്മൾക്ക് വേണ്ട. ഇഞ്ചി, പച്ചമുളക്, ഒരു സവോള നൈസിൽ അരിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പരുവത്തിൽ അരിഞ്ഞെടുക്കണം. ശകല മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില. പിന്നെ ഇതിന് മെയിനായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ് നമ്മൾ ഈ മപ്പാസ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ 1-ാം പാൽ ഇതാ ആദ്യം തന്നെ പിഴിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 പിഴിഞ്ഞെടുത്ത പാലാണ് ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അതും വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾക്ക് അങ്ങോട്ട് പോയാലോ? നമ്മൾക്കപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റാം. നല്ല വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വെണ്ടയ്ക്ക നമ്മൾക്ക് ഇതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് നമ്മൾക്ക് വാടി വരുമ്പോഴേക്ക് നമ്മൾക്ക് ഈ പച്ചക്കറികളെല്ലാം വേറെ ഒരു പാത്രത്തിൽ നമ്മൾക്ക് വഴറ്റിയെടുക്കാം. എളുപ്പമാണിത് വെക്കാൻ. നമ്മൾ സാധാ കറികളിനേക്കാളും എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ഇതിലും ശകല എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് നമ്മൾക്ക് വാട്ടിയെടുക്കാം. അപ്പം നമ്മുടെ ഈ ചട്ടിയിലുള്ള എണ്ണ നന്നായിട്ട് കാഞ്ഞു കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി, പച്ചമുളക്, ഇത് ശകലം മൂത്ത ശേഷം നമ്മൾക്ക് മറ്റുള്ളത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് അരിഞ്ഞ സവാളയാണ്. അതുകൂടെ ഇട്ട് ഒന്ന് വഴറ്റാം. കണ്ടില്ലേ, സവാള കുറച്ചുകൂടെ കുറച്ച് വഴറ്റിയിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് നമ്മൾക്ക് ഈ തക്കാളിയും കറിവേപ്പിലയും, കണ്ടില്ലേ, ശകലം മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് 2 ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതിനെ വഴറ്റുക. ഒരുപാട് മൊരിഞ്ഞിട്ടൊന്നും പോണ്ട, ഒരു പാകത്തിനാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വെണ്ടയ്ക്ക വതക്കുമ്പോൾ ഉപ്പിടണമെന്നൊന്നുമില്ല, നമ്മളിതിലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. ഇപ്പോഴേ നല്ല മണം വരികയാണ്. എന്ത് ഭംഗിയാണ് നോക്കൂ. ഇത് 2 ഒന്ന് വാടി കിട്ടേണ്ട സമയമേ നമ്മൾക്ക് ഈ കറി വയ്ക്കാൻ ആവശ്യമുള്ളൂ. അത്രയും പെട്ടെന്നാവും ഈ മപ്പാസ്, വെണ്ടയ്ക്ക മപ്പാസ് എന്ന് പറയുന്ന കറി. വെണ്ടയ്ക്ക നന്നായി വാടിയിട്ടുണ്ട്, എന്നാലും ചെറുതീയില്ല, അങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമ്മൾക്ക് ഈ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതാ കണ്ടില്ലേ, ഇതുപോലെ ആവണം. നന്നായിട്ട് എല്ലാം വെന്ത് കഴിഞ്ഞു. തക്കാളിയും സവോളയും എല്ലാ മസാലയും വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ 2-3 പിഴിഞ്ഞെടുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് പാകത്തിന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഈ വെണ്ടയ്ക്ക വഴറ്റിയതുണ്ടല്ലോ, അത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് വെണ്ടയ്ക്ക ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അതിന്.
ഇപ്പോൾ വെണ്ടയ്ക്ക് കൂടുതൽ വേവൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ചൂട് തട്ടിയാൽ അത് ആയിക്കോളും. പിന്നെ നമ്മൾ ഈ സാധനം ഏത് കറിയാണെങ്കിലും ഉണ്ടാക്കി വെച്ച ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ സെറ്റാവാൻ വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ വെന്തോളും. ആ ചൂട് ഗ്രേവിയിൽ കിടന്നിട്ട് വൃത്തിയായിട്ട് വെന്തോളും. അപ്പോൾ നമ്മൾക്കിതൊന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമ്മൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ വെണ്ടയ്ക്ക് ഇട്ടിട്ട് അതും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾക്കിത് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ ഒന്നാവട്ടെ. പുളി ഒഴിച്ച കറി പറ്റാത്തവർക്കൊക്കെ ഈ ഒരു തക്കാളി അല്ലെങ്കിൽ 2 തക്കാളി ഇട്ടിട്ട് ഇങ്ങനെ മപ്പാസ് കറി വെച്ച് കഴിഞ്ഞാൽ വയറിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നന്നായിട്ട് രുചിയോടെ അവർക്ക് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം. ഒന്നാം പാലൊക്കെ ഒഴിച്ച് തിള വരുന്നു കണ്ടത് ഗ്യാസ് ഓഫാക്കുക. കണ്ടില്ലേ, എത്ര സിമ്പിളാണ് നമ്മൾക്ക് ഈ കറി വയ്ക്കാൻ. നല്ല രുചിയും ഉണ്ടാവും. പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, അങ്ങനെ ഏത് പലഹാരത്തിൻ്റെ ഒപ്പവും നമ്മൾക്കിത് കഴിക്കാം. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും രുചിയാണ് ഈ കറിക്ക്. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്.